ട്രാൻസ് വിഭാഗത്തിന് ഇടത് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പലതും പാലിക്കപ്പെട്ടില്ലെന്ന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥി അമേയ പ്രസാദ്. LDF എത്ര ശക്തരായ എതിരാളികളെ ഇറക്കിയാലും ജനങ്ങൾ ഇനി വിഡ്ഢികളാകില്ല. ട്രാൻസ്ജെൻഡർ ജനപ്രതിനിധിയായി താനെത്തിയാൽ ആവശ്യങ്ങളെല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെന്നും ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ കൂടിയായ അമേയ പ്രസാദ് 24നോട് പറഞ്ഞു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ട്രാൻസ് വിഭാഗത്തിനും അർഹമായ പ്രാതിനിധ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം പോത്തൻകോട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന അമേയ പ്രസാദാണ്. അമേയ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ കോൺഗ്രസ് വിഭാഗത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. അമേയ നമുക്കിപ്പം ചേരുകയാണ്. നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് 3 സീറ്റുകളായിരുന്നു. 3ഉം അംഗീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ. ആലപ്പുഴ വയലാർ ഡിവിഷനിലും അരുണിമ എം കുറുപ്പ് നമ്മുടെ സംസ്ഥാന മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ രക്ഷാധികാരിയുമാണ്. പിന്നെ ഏലൂർ മുനിസിപ്പാലിറ്റിയിൽ രാഗരഞ്ജിനി എന്ന് പറഞ്ഞാൽ അതും സംസ്ഥാന മുൻ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ 3 പ്രസിഡന്റുമാരുമാണ് അവർ പരിഗണനയിൽ വെച്ചത്. അതിൽ ഇപ്പോൾ സംസ്ഥാന പ്രസിഡൻ്റായിട്ടിരിക്കുന്ന എന്നെ തിരുവനന്തപുരം പോത്തൻകോട് ഡിവിഷനിൽ മത്സരിക്കാൻ. എങ്ങനെയാണ് ആ ഒരു പ്രതീക്ഷ? എങ്ങനെയാണ് ഇറങ്ങി തുടങ്ങിയോ പ്രചരണത്തിലേക്ക്? പ്രചരണത്തിന് ഇറങ്ങി തുടങ്ങിയില്ല. പക്ഷേ അവിടുത്തെ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുകയും അവിടുത്തെ ബ്ലോക്ക് പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് എല്ലാവരുമായിട്ടൊക്കെ സംസാരിക്കുകയും സ്വാഭാവികമായിട്ട് അവിടുത്തെ ജനങ്ങളുമായിട്ടൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. അതിനെയാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഈ ട്രാൻസ് വിഭാഗത്തിന് ലഭിച്ച ഈ ഒരു അംഗീകാരത്തെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും ഒരുപാട് വർഷങ്ങൾ കൊണ്ട് തന്നെ ട്രാൻസ്ജെൻഡർ മനുഷ്യർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് തന്നെയാണ് കേരളത്തിൽ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. കേരളത്തിൽ നിന്ന് മറ്റു സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ ട്രാൻസ്ജെൻഡർ പോളിസി പാസ്സായത് 2014-ലാണ്. 2015 ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്നപ്പോൾ കോൺഗ്രസ് ആണ് ട്രാൻസ്ജെൻഡർ പോളിസി പാസ്സാക്കിയത്. അത് കഴിഞ്ഞിട്ടും 10 വർഷവും ഇടതുപക്ഷ സർക്കാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർ ഭരിക്കുന്ന സമയത്തും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടും ചെയ്യാത്ത പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയും നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ നേടിയെടുക്കണമെങ്കിൽ അടുത്തൊരു ഭരണം മാറി തന്നെ വരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.